വെച്ചൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അടിച്ചു തകർത്തു. പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും പരിക്ക്. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിയോടെയാണ് സംഭവം. അംബിക മാർക്കറ്റിന് സമീപമുള്ള മത്സ്യവിൽപ്പനശാലയിൽ കോഴിക്കട ഉൾപ്പെടെ 4 കടകൾക്കെതിരെ ഉയർന്ന പരാതി പരിഹരിക്കുന്നതിനായി വെച്ചൂർ ഗ്രാമപഞ്ചായത്തിലെ പരാതി പരിഹാര സെൽ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ യോഗം കൂടുന്നതിനിടയിലാണ് ആക്രമമുണ്ടായത്. കോഴിക്കട നടത്തുന്ന കൃഷ്ണകുമാർ എന്നയാളാണ് ചർച്ചയുടെ തുടക്കം മുതൽ പ്രസിഡന്റ് ബിന്ദു അജി ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് അംഗങ്ങൾക്ക് നേരെ അസഭ്യവർഷവുമായി പ്രകോപനം സൃഷ്ടിച്ചതെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. പരാതി പരിഹാര സെല്ലായിരുന്നു. സിബിച്ചൻ പുളിക്കാശ്ശേരി തന്ന ഒരു പരാതിയിൽ ഒരു പരിഹാര സെല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ 5 പേര് പ്രതിഭാഗത്തുണ്ടായിരുന്നു. അത് ഞങ്ങൾ അതിൽ 2 പേര് ആദ്യമേ വന്നു. അത് കഴിഞ്ഞ് അവരുമായിട്ട് സംസാരിച്ച് ഞങ്ങളുടെ ദിവസം ധാരണ എത്തിയായിരുന്നു. ഇത് സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിയിട്ട് അറിയിക്കാം എന്നൊരു ധാരണ എത്തിയപ്പോഴാണ് ഈ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ഉണ്ണി വന്നത്. അദ്ദേഹം വന്നപ്പോൾ തൊട്ട് എല്ലാവരെയും ഭയങ്കര മോശമായിട്ട് സംസാരിക്കുകയും മറ്റേ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ അവസാനം ഇടയ്ക്ക് ചോദിച്ചു, നിങ്ങളെന്തിനാ ഭീഷണിപ്പെടുത്തുന്ന? അപ്പോൾ നിനക്ക് ഭീഷണി അറിയാൻ പാടില്ല, നീ പുറത്തേക്ക് പോവാ, ഭീഷണി ഉണ്ടാകുന്ന ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയേക്ക്, പ്രസിഡന്റിനോട് പറഞ്ഞ് നിർത്തിയേക്ക്, സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിയിട്ട് അറിയിക്കാം എന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ഇവർ പോകുന്ന പോക്കിനാണ് എന്നെ തെറി പറയുകയും അതുപോലെ പ്രസിഡന്റിനെ തല്ലാൻ ചെല്ലുകയും ചെയ്യുന്നത്. പ്രസിഡന്റിൻ്റെ നെയിം ബോർഡ് എടുത്ത് എനിക്ക് അടിക്കുകയും കസേര അത് പിടിച്ച് കഴിയുമ്പോഴാണ് കസേര എടുത്ത് അടിച്ചു. അത് എനിക്കിട്ട് ശരി കൊണ്ടില്ല. അത് ഗ്ലാസ് അലമാരി ഗ്ലാസ്സൊക്കെ പൊട്ടി കസേരയൊക്കെ ഒടിഞ്ഞ് അവിടെ കിടപ്പുണ്ട്. പിന്നെ എന്നെ വലിച്ച് നിലത്തിട്ട് മറിച്ചിട്ട് ചവിട്ടും ഒക്കെ ചെയ്തു. ഇത് ചോദ്യം ചെയ്ത വൈസ് പ്രസിഡന്റ് അഭിഷേകിനെ അതിക്രൂരമായി മർദ്ദിക്കുകയും പ്രസിഡന്റിന്റെ ഓഫീസിലെ ഫർണിച്ചറുകൾ ഉൾപ്പെടെ അടിച്ചു തകർക്കുകയും ചെയ്തതായാണ് പരാതി. വൈസ് പ്രസിഡന്റ് അഭിഷേകിന് മുതുകിനും കഴുത്തിനും മർദ്ദനത്തിൽ ക്ഷതമേറ്റിട്ടുണ്ട്. പ്രസിഡന്റ് ബിന്ദു അജിക്ക് കൈകാലുകൾക്ക് പരിക്കേറ്റു. ഇന്ന് പഞ്ചായത്തിന്റെ പരാതി പരിഹാര സെല്ലായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു നമ്മുടെ അംബിക മാർക്കറ്റിലുള്ള സിബി പുളിക്കാശ്ശേരി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവരെ വിളിച്ചു വരുത്തിച്ചത്. 5 പേരായിരുന്നു എതിർകക്ഷികളുണ്ടായിരുന്നത്. അതിൽ 4 പേരും പരാതി പരിഹാര സെല്ലിൽ അവരുടെ കാര്യങ്ങൾ പറയുകയും അത് നമ്മുടെ പരാതിക്കാരൻ അത് കേൾക്കുകയും അതായത് ആ പരാതി പരിഹരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് ഈ കോഴിക്കടക്കാരൻ ഉണ്ണി എന്ന് പറയുന്ന ആൾ വന്നത്. അദ്ദേഹം വന്ന സമയത്ത് തന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വന്നത്. അപ്പം വന്ന ഉടനെ തന്നെ വൈസ് പ്രസിഡന്റിനോട് ആദ്യം തന്നെ മോശമായിട്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഭീഷണിപ്പെടുത്തി എന്താ സംസാരിക്കുന്നതെന്നുള്ള രീതിയിൽ വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിനോട് ചോദിച്ചു. ഉടനെ തന്നെ താൻ പുറത്തോട്ട് ഇറങ്ങും, ഭീഷണി എന്താണെന്ന് കാണിച്ചു തരാം, ഭീഷണി എന്നാന്ന് അറിയുമോ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. അത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇയാൾ ഒരു ഇതുമില്ലാതെ നമ്മളെല്ലാവരും ഇവരെന്താ ഇങ്ങനെ പറയണേന്ന് ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയണ്ട എന്നുള്ള രീതിയിൽ ചെയർ അത് തടസ്സപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ പെട്ടെന്ന് ചെയറിന് അവിടെ ഇരിക്കുന്ന പ്രസിഡന്റിൻ്റെ നെയിം ബോർഡ് എടുത്തിട്ട് ആദ്യം അഭിഷേകിൻ്റെ വൈസ് പ്രസിഡന്റിൻ്റെ പെടലിക്ക് തല്ലുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അത് നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് മെമ്പറും കൂടി അത് തടയുന്ന സമയത്ത് ഇയാൾ പെട്ടെന്ന് വൈസ് പ്രസിഡന്റിനെ പിടിച്ച് താഴത്തിട്ട് അയാൾ ചവിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം കസേര എടുത്ത് ഇയാൾ വീണ്ടും തല്ലാൻ ഓങ്ങിയപ്പോഴാണ് നമ്മൾ കസേര പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. വീണ്ടും കസേര എടുത്ത് നിലത്ത് ഇട്ടേച്ച് പിന്നെ വീണ്ടും ആ കസേര എടുത്തിട്ട് ഷോക്കേസ് വൈസിനിട്ട് അടിച്ചതാണ്, പക്ഷേ വൈസിനിട്ട് കൊണ്ടില്ല. അത് ഷോക്കേസിനിട്ട് കൊണ്ട് ഷോക്കേസിൻ്റെ ഗ്ലാസ്സുകളെല്ലാം അവിടെ തകർന്ന് വീണ അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. വളരെ എന്താ പറയണ്ടേ, മോശമായ ഒരു രീതിയാണ് പഞ്ചായത്ത് ഓഫീസിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചേംബറിൽ നടന്നത്. അതിന് നമ്മുടെ ജനപ്രതിനിധികളായ നമുക്കൊരു അതായത് പൊതുജനങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഇത് നമ്മൾ പ്രതീക്ഷിക്കും. അതായത് നമ്മളെല്ലാവരും കൂടിയാണ് ഇദ്ദേഹത്തെ പിടിച്ചു മാറ്റിയത്. കാരണം ഇദ്ദേഹം വേറൊരു രീതിയിലാണ് അദ്ദേഹം വന്നത്. അപ്പോൾ വൈസ് പ്രസിഡന്റ് താഴത്ത് വീണു. ഞങ്ങളെല്ലാവരും കൂടി വൈസ് പ്രസിഡന്റിനെ സംരക്ഷിച്ച് റൂമിനകത്ത് നിർത്തിക്കൊണ്ട് ഇയാളെ പുറത്തിറക്കുകയാണ് ചെയ്തത്. ഇരുവരെയും വൈക്കം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പഞ്ചായത്ത് അധികാരികളുടെ പരാതിയിൽ വൈക്കം പോലീസ് കേസെടുത്തു. i4a ന്യൂസ്, വൈക്കം.